ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് നൽകപ്പെടാനായിട്ട് പോകുന്ന ദൈവിക അധികാരത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. നമ്മൾ സാധാരണ ഇങ്ങനെ പറയും, നമ്മൾ കർത്താവിനോടുകൂടി വാഴാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ സഹിക്കുന്ന സങ്കടങ്ങളും വേദനകൾക്കുമെല്ലാം അപ്പുറത്ത് ദൈവം നമുക്ക് പ്രതിഫലം തരാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ വാഴാനായിട്ട് പോകുന്നത്? ആരാണ് വാഴുന്നത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം നൽകിക്കൊടുത്തു. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, കുറച്ചുകൂടെ വിശാലമായി മറ്റ് ബൈബിൾ വാക്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് എങ്ങനെയുള്ള ന്യായവിധിയുടെ അധികാരം ആർക്ക് നൽകപ്പെടുന്നു, ആ അധികാരം ഏതെല്ലാം മേഖലകളിൽ ആയിരിക്കും, അതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ വായിച്ച വെളിപ്പാട് പുസ്തകം 20-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഞാൻ ആ വാക്യത്തിൻ്റെ സംഗ്രഹം എന്ന് പറയാം. അതിനുശേഷം ആർക്കാണ് ഈ അധികാരം നൽകുന്നത്? അധികാരം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ഉറപ്പാണ്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് അതിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം നൽകിക്കൊടുത്തു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിതാവ് ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിക്കൊടുക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ, പിതാവിനെ എല്ലാവരും ബഹുമാനിച്ചതുപോലെ പുത്രനെയും ബഹുമാനിക്കണം. അതുകൊണ്ടാണ്. അപ്പം യേശുക്രിസ്തുവാണ് ഈ ന്യായവിധിയുടെ അധികാരം പങ്കിട്ട് കൊടുക്കുന്നത്. പങ്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് നൽകുന്നത് ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കും ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുന്നവർക്കും അതിനെ മനസ്സിലാക്കി ഗൗരവമായ ജീവിതം ഭൂമിയിൽ നയിക്കുന്നവർക്കുമാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 20-ന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് ചിന്തിച്ചതാണ്. 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ക്രിസ്തുവിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ സ്ഥാപനത്തിങ്കൽ ന്യായാധിപന്മാരായി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്തൃത്വം നടത്താനായിട്ട് പോകുന്ന ക്രിസ്തുവിനെ അംഗീകരിച്ചവർ. അവിടെ ആരെല്ലാം ഉണ്ട് എന്ന് നമുക്ക് നോക്കുമ്പോൾ വിശുദ്ധന്മാർ, പഴയ പുതിയ വിശുദ്ധന്മാരെല്ലാം ഉണ്ട്. ആ മഹോപദ്രവ കാലത്തിങ്കൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരും കൈമേൽ മുദ്രയേൽക്കാത്തവരും എല്ലാവരുമുണ്ട്. അവരുടെ ആത്മാക്കൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവിനെ അംഗീകരിക്കാതെ യാതനാ സ്ഥലത്തേക്ക് പോയവരുടെ ഉയർപ്പ് അവിടെ സംഭവിക്കുന്നില്ല. അതിനുശേഷമുള്ള 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ്. കാരണം അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. അപ്പം ഇതാണ് അത് ആ ഒരു കാര്യം വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പം 1000 ആണ്ട് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ന്യായാസനങ്ങളെ നൽകി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ, അപമാനവും നിന്ദയും ഏറ്റവർ, അവഗണനകളും ഒറ്റപ്പെടലുകളും അനുഭവിച്ചവർ, കഷ്ടതയിലൂടെ കടന്നുപോയവർ, അവർക്കെല്ലാമാണ് ന്യായവിധിയുടെ അധികാരം നൽകാനായിട്ട് പോകുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ കർത്താവിനോടുകൂടെ വസിക്കും, കർത്താവിനോടുകൂടെ വാഴും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് അതിനെക്കുറിച്ച് ഒന്നുകൂടെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ആരാണ് വാഴുന്നത്? ചിലർ ചിന്തിക്കുന്നത് അപ്പോസ്തോലന്മാർ മാത്രമാണ് വാഴുന്നതെന്നാണ്. അല്ല, അപ്പോസ്തോലന്മാർ മാത്രമല്ല. പക്ഷേ 12 ശിഷ്യന്മാരോട് കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരോടൊക്കെയാണിത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്നാമതൊന്ന് നോക്കാം. 2 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ന്റെ
24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 2 മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ൻ്റെ 24 മുതൽ ഉള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായി. ആരാണ് വലിയവൻ? ആരാണ് നമ്മളിൽ വലിയവൻ? അന്നത്തേതുപോലെ ഇന്നും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു തർക്കവും ചർച്ചയും അവരുടെ ഇടയിൽ നടക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ശുശ്രൂഷകന്മാരാകണം. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം വിഭജിച്ച് തന്നതുപോലെ, അല്ലെങ്കിൽ രാജ്യത്തിൽ അധികാരം തന്നതുപോലെ, എൻ്റെ രാജ്യത്തിലും ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും നിങ്ങൾ ന്യായം വിധിക്കും. കണ്ടോ? അപ്പം ഐഹിക ജീവിതകാലത്ത് യേശുവിനോടുകൂടെ പരീക്ഷകളിൽ കൂടെ നിന്ന് പരസ്യ ശുശ്രൂഷകളിലൊക്കെ തന്നോട് യാത്ര ചെയ്ത് ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് ഭൂമിയിലേക്ക് കർത്താവ് വന്നപ്പോൾ തന്നോടുകൂടെ ആ എല്ലാ സമയത്തും തന്നെ വിട്ടുപോകാതെ കൂടെ നിന്നവരോട് പറയുകയാണ്, എൻ്റെ പരീക്ഷകളിൽ കൂടെ നിന്നവരാണ് നിങ്ങൾ. അടുത്തത്, ആ നിന്ന നിങ്ങൾക്ക് എൻ്റെ പിതാവ് എനിക്ക് രാജ്യത്തിൽ അധികാരം തന്നതുപോലെ നിങ്ങൾക്കും അധികാരം തരും. മനസ്സിലായോ? അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ ഈ കാണുന്നതെല്ലാം വിട്ട് ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ അവരോട് പറയുകയാണ്, മനുഷ്യപുത്രൻ്റെ പുനർജനനത്തിങ്കൽ വിശുദ്ധ ദൂതന്മാരുമായിട്ട് വരുമ്പോൾ നിങ്ങൾ സിംഹാസനത്തിലിരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. അടുത്ത ഒരു വാക്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്നെ പ്രതി അപ്പനെയോ വീട്, വസ്തുക്കൾ, സഹോദരങ്ങൾ ഇതെല്ലാം വിട്ടുകളയുന്നവന് നിത്യജീവൻ 100 മടങ്ങ് കിട്ടും, നിത്യജീവനും ലഭിക്കും. നമ്മൾ പല സമയത്തും ഈ 100 മടങ്ങ് കിട്ടുക എന്ന് പറയുന്ന വാക്യത്തെ ഭൂമിയിൽ കിട്ടുന്ന അനുഗ്രഹമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ആ വ്യാഖ്യാനം പൂർണ്ണമായും ശരിയല്ല. അതിൻ്റെ കാരണം ഇത് കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുകയാണ്, മുൻപന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ മുമ്പന്മാരും ആകും. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുക. ഇത് 12 അപ്പോസ്തലന്മാരോട്, ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, കൊരിന്ത്യ സഭയിൽ ചില തർക്കങ്ങളുണ്ടായി. അവരുടെ പ്രശ്നം അവരുടെ ഇടയിൽ പരിഹരിക്കാൻ പറ്റാതെ ലോകമനുഷ്യൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും. 2, നാം ദൂതന്മാരെ ന്യായം വിധിക്കും. നാം എന്നാണ് പറയുന്നത്, നാം ദൂതന്മാരെ വിധിക്കും. അപ്പോൾ സഭയോട് പറയുകയാണ്, വിശുദ്ധന്മാർ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കാനായിട്ട് പോവുകയാണ്. അവർ ദൂതന്മാരെ വിധിക്കും. ഈ വാക്യങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് വെളിപ്പാട് 20-4 കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാർ, ഭൂമിയിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, അവർ കർത്താവിനോടുകൂടെ വസിക്കും എന്ന് മാത്രമല്ല, അവർക്ക് ന്യായവിധിയുടെ അധികാരം ലഭിക്കും. അവർ ദൂതന്മാരെ പോലും വിധിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ ആ ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ആ മഹത്വപ്രത്യക്ഷതയുടെ നാളുകളിലാണ് നമ്മൾ ദൈവമക്കളായി തീർന്നതിൻ്റെ യഥാർത്ഥമായ വില നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, മറ്റുള്ളവരറിയാൻ പോകുന്നത്. 1 യോഹന്നാൻ 3-ന്റെ
1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് തന്നത്. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ നമ്മെയും അറിഞ്ഞിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്: നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അതാണ്. അടുത്തത്, നാം അവനെ കാണുമ്പോൾ നമ്മൾ അവനോട് സദൃശ്യന്മാരാകും. ഞാൻ സാധാരണയായി അതിനെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പറയാറുണ്ട്: വിലയേറിയ രത്നങ്ങൾ, അല്ലേ, ലക്ഷങ്ങൾ തൊട്ട് കോടികൾ വരെ വിലമതിക്കുന്ന രത്നങ്ങൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ആ രത്നങ്ങളുടെ മൂല്യം ആർക്കും അറിയില്ല. പക്ഷേ ആ രത്നങ്ങളെ ഒരു ജുവലറിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിനെ ഒരുക്കി അതിനൊരു വിലയിട്ട് അവിടെ വെക്കുമ്പോൾ അതിന് മൂല്യമുണ്ടാകുന്നത് പോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപത്തിൻ്റെ ചേറ്റിൽ, ഈ ലോകത്തിൻ്റെ ചെളിക്കുഴിയിൽ ദൈവിക വിശുദ്ധിയോടെ ജീവിക്കുന്നൊരു ദൈവ പൈതലിന് ഇന്ന് ലോകം വില കൽപ്പിക്കുന്നില്ല. അവൻ്റെ മൂല്യം ആരും തിരിച്ചറിയുന്നില്ല. എന്നാൽ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ, അവിടുത്തോട് സദൃശ്യന്മാരാകുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളുടെയും കഷ്ടങ്ങളുടെയും വിശുദ്ധിക്കും വേർപാടിനും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ വിലയും അന്നാണ്, ആ ദിവസമാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒരു പഴയ പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന് അറിയും, ലോകം വെറുത്തോർ വിലന മന്നാൾ അറിയും, വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരും അറിയുന്നില്ലെങ്കിലും, നമ്മുടെ വിശ്വാസത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിലും ദൈവം ഓർക്കുന്നൊരു ദിവസമുണ്ട്. ദൈവം പുകഴ്ച തരുന്നത്, മാനം തരുന്നത് അന്നാണ്. ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് മറ്റൊരു വാക്യം, വളരെ ചേർന്ന് പോകുന്നൊരു വാക്യമായതുകൊണ്ട് ആ വാക്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ആ വാക്യം 2 തിമോത്തിയോസ് 2:11 വാക്യമാണ്: നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഈ സഹിക്കുക എന്ന് പറയുന്ന ഒരു പദമാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. എന്താണ് ആ സഹനം? ആ സഹനമെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതകളാണ്. എല്ലാ തരത്തിലുള്ള കഷ്ടതകളും. ക്രിസ്തുവേശുവിൻ്റെ ആ നിത്യ തേജസ്സിൻ്റെ ഘനം ലഭിക്കേണ്ടതിന് ഞങ്ങളിതെല്ലാം സഹിക്കുന്നുവെന്നാണ് പൗലോസ് പറഞ്ഞത്. ആ ഒരു പാസേജ് തന്നെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ തന്നെ കഷ്ടതയുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക, കഷ്ടം സഹിക്കുക. അപ്പോൾ ഇന്ന് സഹിക്കുന്ന കഷ്ടതകൾ നിത്യ തേജസ്സിൻ്റെ ഘനം നമുക്ക് ലഭിക്കും. നാം അവനോടുകൂടെ, നാം ക്രിസ്തുവിനോടുകൂടെ, നാം അവിടുത്തോടുകൂടെ വാഴും എന്നുള്ളതാണ്. അതുതന്നെയാണല്ലോ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്: അപമാനത്തിൽ വിതയ്ക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കുമ്പോൾ തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കും. പലതരത്തിലുള്ള അപമാനം കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവഗണനകൾ, നിന്ദകൾ, ലോകം മറ്റു പല പേരുകളും മുദ്രകുത്തി കർത്താവിനെ പ്രതി നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: നിത്യ തേജസ്സിൻ്റെ ഘനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, അപ്പോസ്തോലന്മാരോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ പഴയ നിയമവിശുദ്ധന്മാർക്ക് ഈ അധികാരങ്ങളില്ലയോ എന്ന്. ഞാൻ അവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
കാരണം അവിടെയും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ഇരുന്നു കൊണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർക്കും അർഹമായ ഒരു പരിഗണന അവർക്കും നൽകും. കാരണം അബ്രഹാമൊക്കെ ദൈവം ശില്പിയായുള്ളതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അർഹമായ പരിഗണനകൾ അവർക്ക് ഉണ്ടാകും. എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. പോകട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പം ക്രിസ്തുവിനോടൊപ്പം ന്യായാധിപന്മാരായിട്ട് ഇരിക്കുന്ന ആ ഒരു കാര്യം, അത് കൂടുതലും അത് മെയിൻലി ഫോക്കസ്ഡായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോസ്തലന്മാരോടും സഭയോടുമാണ്. കൊരിന്ത്യ സഭയോട് പറഞ്ഞ വാക്യം നമ്മൾ കണ്ടു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതുകൂടെ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അതിൽ ഒന്നാമത്തേത് വെളിപ്പാട് പുസ്തകം 2:26-27 വാക്യങ്ങളാണ്. ജയിക്കുന്നവന് ഞാൻ കൽപ്പിച്ചത് പ്രവർത്തിക്കുന്നവന്, എൻ്റെ പിതാവ് കൽപ്പിച്ചത് പ്രവർത്തിക്കുന്നത് അവസാനത്തോളം അനുസരിക്കുന്നവന് ജാതികളുടെ മേൽ ഞാൻ അധികാരം കൊടുക്കും. അപ്പോൾ ആരാ അധികാരം കൊടുക്കുന്നത്? യേശു ക്രിസ്തുവാണ് അധികാരം കൊടുക്കുന്നത്. പിതാവ് പുത്രന് നൽകപ്പെട്ട അധികാരം, ആ അധികാരത്തിൽ പുത്രനോടൊപ്പം യേശു ക്രിസ്തുവിനോടൊപ്പം ആ ഒരു അധികാരത്തിൽ നിന്നുകൊണ്ട് പുത്രൻ്റെ രാജ്യത്തിൽ ഭരണാധികാരികളായി ജയിക്കുന്നവർ മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കണം. ഇവിടെ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ദൈവകൃപയിലേക്ക് വന്നു നിന്നു എന്നുള്ളത് മാത്രമല്ല, ജയിക്കുക എന്ന് പറയുന്ന ഒരു പദമാണ്. എന്തിനെ ജയിക്കണം? ലോകത്തെയും പാപത്തെയും പിശാചിനെയും എല്ലാം ജയിക്കണം. അടുത്ത ഒരു വാക്യം വെളിപ്പാട് 3:21 ജയിക്കുന്നവന് സിംഹാസനത്തിലിരിക്കുവാൻ ഞാൻ വരം നൽകും. സിംഹാസനത്തിലിരിക്കാൻ വരം നൽകും ജയിക്കുന്നവന്. അവിടെയും ജയിക്കണമെന്ന് പറയുന്ന പദമാണ്. അപ്പോൾ പാപത്തെയും ലോകത്തെയും പിശാചിനെയും ഒക്കെ നമ്മൾ ജയിച്ചാലേ പറ്റത്തുള്ളൂ. എന്തിനോടെല്ലാം പോരാടണം എന്നുള്ളത് ഇതിനു മുമ്പ് പല മെസ്സേജുകളിൽ ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുവിശ്വാസികളോടും അയലോക്കക്കാരനോടും ഒന്നുമല്ല പോരാടേണ്ടുന്നത്, പാപത്തോടും പിശാചിനോടും ലോകത്തോടും. ലോകമെന്ന് പറയുന്നത് ഈ കാണുന്ന ലോക മനുഷ്യനോടല്ല, എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അതാണ് ലോകത്തെയും അതിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ഈ കാണുന്ന അക്ഷരീകമായ ആ ലോകമെന്നല്ല, സകല ലൗകികതകളോടും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന എല്ലാ തരത്തിലുമുള്ള ലൗകിക സുഖങ്ങളോടും നമ്മൾ അകലം പാലിച്ച് ദൈവിക പ്രത്യാശയോടെ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് 20-4 വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവർക്ക് അധികാരം കിട്ടിയ അധികാരം. ഇപ്പോൾ കേരള പോലീസിലേക്ക്, ഇന്ത്യൻ ആർമിയിലേക്ക് ഒരാൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരധികാരമുണ്ട്. ആ അധികാരം ഒന്നുകിൽ രാജ്യം നൽകുന്ന അധികാരമാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന അധികാരമാണ്. എന്നതുപോലെ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ ആ ഒരു ഭരണസമയത്ത്, ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷമായി തൻ്റെ രാജ്യത്തിൽ നൽകപ്പെടുന്ന അധികാരമുണ്ട്. അത് ദൈവിക അധികാരമാണ്. അത് യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന അധികാരമാണ്. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് യേശുവിൻ്റെ സാക്ഷ്യം ദൈവവചന നിമിത്തം അറക്കപ്പെട്ടവർ, തല ഛേദിക്കപ്പെട്ടവർ, പ്രതിമയെ നമസ്കരിക്കാത്തവർ, അവരെല്ലാം ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വളരെ നന്നായിട്ട് നമ്മളൊന്ന് പഠിക്കാം. കാരണം നമ്മുടെ മരണഭയം മാറാനും മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ദൈവിക പ്രത്യാശയിൽ വർദ്ധിച്ചു വരാനായിട്ടൊക്കെ ഈ കാര്യങ്ങൾ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. കുറച്ച് സമയം മുമ്പോട്ട് പോയി അടുത്ത ദിവസങ്ങളിൽ നമുക്കിതിനെക്കുറിച്ചൊന്ന് വ്യക്തമായി ചിന്തിക്കാം. കാരണം 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. അവൻ്റെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ 2 മരണങ്ങൾ, 2 പുനരുദ്ധാനം. എന്താണ് 2 പുനരുദ്ധാനം, 2 മരണങ്ങൾ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ, ആരാണ് മരണത്തെ ഭയപ്പെടേണ്ടുന്നവർ?
മരണത്തെ സത്യത്തിൽ ഭയപ്പെടണോ? എല്ലാ തരത്തിലുള്ള മരണഭീതിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദൈവവചന പഠനം ക്രിസ്തുവിൻ്റെ ന്യായാസനം, അല്ലെങ്കിൽ ആ ന്യായാസനത്തിൽ, ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു, നാം എല്ലാവരും അത് മറ്റൊരു അർത്ഥത്തിലാണ് കേട്ടോ. അതായത് ഒരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് പ്രാപിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെട്ടു വരും എന്ന് പറയുന്ന ആ വാക്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ന്യായാസനമല്ല. ഇവിടെ ന്യായാസനങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് നൽകാനായിട്ട് പോകുന്ന ന്യായാസനം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. ഒന്ന് വളരെ ചുരുക്കത്തിൽ ഒന്നുകൂടെ പറയുകയാണ്, ഇതിനെക്കുറിച്ചൊരറിവ് നമുക്കുണ്ടായിരിക്കണം. എന്തിനാണ് അറിവ്? ഒന്ന്, നമ്മൾ പാപത്തോടൊക്കെ അകലം പാലിച്ച്, അതുകൊണ്ടാണ് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. അപ്പം വിശുദ്ധ ജീവിതം, നിർമ്മലമായൊരു ജീവിതം, എങ്ങനെയും ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അപ്പം കഷ്ടതകൾ സഹിക്കാനുള്ള ധൈര്യം, ഉറപ്പോടെ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു പ്രചോദനം, ഇതെല്ലാം ഈ ആഴമായ വചന പഠനം നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ്. ഓക്കെ, വാക്കുകളെ നിർത്തുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.